സിനുജി, ചൈനയുടെ അപൂർവ ധാതുക്കൾ, റെയർ എർത്ത് മാഗ്നറ്റ് പോലുള്ള ധാതുക്കളൊക്കെ ലോകത്തിന് മുന്നിൽ കൊടുക്കുന്നില്ല. അത് ഇന്ത്യക്കുള്ളൊരു പണിയായിട്ട് വേണോ കണക്കാക്കാൻ? ശരിക്കും അങ്ങനെ വേണം ബിനു പറയാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഈ റെയർ എർത്ത് മാഗ്നറ്റ് പോലെയുള്ള അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരം ചൈനയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ചൈന ഇത് വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭരണം, ഖനനമൊക്കെ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഈ റെയർ എർത്ത് മാഗ്നറ്റ് വേണം. കാരണം പുതിയ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം പുതിയ മിസൈൽ നിർമ്മിക്കണം, ഇലക്ട്രോണിക് വാഹനങ്ങൾ, ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ, മൊബൈൽ ഫോൺ, ഇതിനെല്ലാം വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിനൊക്കെ തന്നെ ഈ റെയർ എർത്ത് മാഗ്നറ്റ് വേണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചൈന കൃത്യമായ ആസൂത്രണമൊക്കെ നടത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത് ചൈന പറയുകയാണ്, നിങ്ങളുടെ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ, മിസൈലിൻ്റെ ബ്ലേഡൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായ റെയർ എർത്ത് മാഗ്നറ്റ് ഒഴിവാക്കി നിങ്ങൾ നിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സപ്ലൈ ഞങ്ങൾ നിർത്താൻ പോകുന്നു എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ ഡ്രോണുകൾ, മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനം ഇതെല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ ഈ തകർത്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ചൈന കൊടുത്തതാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ചൈനയുടെ ആയുധങ്ങൾക്കൊക്കെ ഇത്രയും ശക്തിയുള്ളതെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. അവർ അപമാനിതരായി. അപ്പോൾ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്കുള്ള റെയർ എർത്ത് മാഗ്നറ്റ് സപ്ലൈ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയണമെങ്കിൽ 2024-25 കാലഘട്ടത്തിൽ നമ്മൾ 807 മെട്രിക് ടൺ ഈ ധാതുക്കളാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ അത്രത്തോളം ആവശ്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ പുറത്തു വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ലോകത്തെ വെറുക്കപ്പെട്ട രാജ്യങ്ങളുടെ ഒരു പുതിയ പട്ടിക പുറത്തു വന്നു. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ചൈനയുടെ നിലപാടുകൾ കൊണ്ടൊക്കെ തന്നെ ചൈന ഈ വെറുക്കപ്പെട്ട രാജ്യമായി മാറുകയാണ്. അപ്പോൾ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് വീക്ക് റിപ്പോർട്ട് പുറത്തുവിട്ടത്. രണ്ടാമത്തെ വെറുക്കപ്പെട്ട രാജ്യം അമേരിക്ക, മൂന്നാമത്തെ റഷ്യ, നാലാമത്തെ നോർത്ത് കൊറിയ, ഇങ്ങനെ പട്ടികയുണ്ട്. അപ്പോൾ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, റിപ്പോർട്ടുകൾ, ഒപ്പം പൊതുജനാഭിപ്രായ സർവേ നടത്തുക. എന്നിട്ട് ഇത് സംബന്ധിച്ച് ഒരു റിവ്യൂ കൊടുത്തിട്ട് ഒരു റാങ്കിങ് സിസ്റ്റം നിശ്ചയിക്കുക. ഇതിലാണ് ചൈന വെറുക്കപ്പെട്ട രാജ്യമായി മാറുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുക്കപ്പെട്ട രാജ്യമായിക്കോട്ടെ, എങ്കിൽ ലോകത്തിന് മൊത്തം ഞങ്ങളൊരു പണി അങ്ങ് എന്ന് പറഞ്ഞിട്ടാണ് ചൈന ഇത് ഈ റെയർ എർത്ത് മാഗ്നറ്റ് നൽകാത്തത്. ഇതുമൂലം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം BMW കാർ നിർമ്മിക്കുന്നു, മെഴ്സിഡസ് ബെൻസ് നിർമ്മിക്കുന്നു, ഇവർക്കെല്ലാം തന്നെ ഈ റെയർ എർത്ത് മാഗ്നറ്റ് വേണം. അപ്പോൾ ഇവർക്ക് ഒരു നിവൃത്തിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവർ ചൈനയുമായിട്ട് ആശയവിനിമയം നടത്തി. അപ്പോൾ ചൈന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിലെ അപൂർവ ധാതു സമ്പത്തിൻ്റെ ഒരു വലിയ ശേഖരം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലോക രാജ്യങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിലൊന്നും നൽകാനുള്ളതല്ല. അപ്പം നിലവിലുള്ള ഇതിൻ്റെ ധാതുക്കളുടെ 70% ഇവർ കൈയടക്കി വെച്ചതുകൊണ്ട് ഇവർക്ക് എത്ര വേണമെങ്കിലും പ്രോഡക്റ്റ് നിർമ്മിക്കാം. അപ്പോൾ ഇലക്ട്രോണിക്സ് കാറുകളുടെ നിർമ്മാണം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അമേരിക്കയൊക്കെ ഇപ്പോൾ നിലപാടെടുക്കും എന്നുള്ളതായി കാര്യത്തിൽ അല്ല, അമേരിക്ക ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം എന്താ പറയുക, അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു നികുതി തീരുവ ചുമത്തിയല്ലോ, അതായത് 240 പിന്നെ 145 ചുമത്തി. എന്നിട്ട് പിന്നെ ട്രംപ് പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം ഇതാ. കാരണം ചൈനയുടെ കയ്യിലാണ് ഈ റെയർ എർത്ത് ഖനനത്തിൻ്റെ 70% ഉള്ളത്, 90% സംഭരിച്ചത് അവരാ. അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് പണി പാളും, അതുകൊണ്ട് കയറി ചൊറിയണ്ടെന്ന് പറയാച്ച് അമേരിക്കയും പതുക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ശീതയുദ്ധം ചൈനയുമായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അപൂർവ ധാതു ശേഖരത്തിൻ്റെ ഒരു വലിയ ക്വാണ്ടിറ്റി അവർ ഈ ചൈനയുടെ ഈ ചുവപ്പ് കോട്ടയിൽ അടക്കി വെച്ചിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധതന്ത്രമായിട്ട് ഇത് പ്രയോഗിക്കാം. ഇതാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫലം ഉണ്ടായിരിക്കുന്നത് ജപ്പാനിലെ സുസുക്കി കമ്പനിക്കാണ്. അപ്പോൾ സുസുക്കി മോട്ടേഴ്സ് അവരുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കോമ്പാക്ട് കാറിന്റെ നിർമ്മാണം അത് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു. കാരണം ഈ പറയുന്ന അപൂർവ ധാതുക്കൾ ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് നിർമ്മാണം നടത്താൻ പറ്റില്ല. നിയോഡൈമിയം, ബോറോൺ, അയൺ എന്നിവയുടെ സംയുക്തം, അല്ലെ ഇത് മൂന്നുകൂടെ ചേർത്താണ് ഈ പറയുന്ന റെയർ എർത്ത് മാഗ്നറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം വരാത്തത് കൊണ്ട് തന്നെ ചൈന ഏപ്രിൽ മാസം മുതൽ തന്നെ ഈ സ്വിഫ്റ്റിൻ്റെ നിർമ്മാണത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ വരുത്തി. അവർ സ്പോർട്സ് വിഭാഗത്തിലുള്ള കാറുകൾ ഒഴിച്ച് ബാക്കിയുള്ള നിർമ്മാണമൊക്കെ കുറച്ചു. ഇപ്പോൾ എന്ത് പറ്റുന്നത് പറഞ്ഞാൽ, ലോകത്തുള്ള കാർ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ അവിടുത്തെ ഈ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനങ്ങളുടെ നിർമ്മാതാക്കൾ, ഇവരെല്ലാം തന്നെ ഇവരുടെ നയതന്ത്ര പ്രതിനിധികളെ ചൈനയിലേക്ക് അയക്കുന്നു. അപ്പോൾ ഷീ ജിൻപിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തണം. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞില്ല, ഞാൻ തിരക്കിലാണ്, എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇയാൾ അത് വെച്ചിട്ട് കൃത്യമായിട്ട് മുതലെടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നയതന്ത്ര പ്രതിനിധിയും ഈ കാർ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഉണ്ട്, സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ചർച്ച നടത്താൻ ചെല്ലും. അപ്പോൾ ചൈന വിചാരിക്കുന്നിടത്ത് മുഴുവൻ രാജ്യങ്ങളെയും എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജപ്പാനെ മാത്രമല്ല, ചൈനയെയും ജർമ്മനിയെ, ബ്രിട്ടനെ, ഫ്രാൻസിനെ ഒക്കെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ഇവരുടെ ഈ ഒരു
ശാഠ്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാർത്ഥത മൂലം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അപൂർവ ധാതുക്കളുടെ ഒരു ശേഖരമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ചൈന മുതൽ മുടക്കും. ഇപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ അവർ ഗ്വാദർ തുറമുഖം ഒരു എയർപോർട്ടും ഒക്കെ നിർമ്മിച്ചു. കാരണം ആ മേഖലയിൽ വലിയ തോതിൽ ധാതു നിക്ഷേപമുണ്ട്. ഇത് പാകിസ്ഥാനും അറിയാം. പക്ഷേ ഈ പാകിസ്ഥാനിൽ പൈസയൊന്നുമില്ല ഖനനം നടത്താൻ. അപ്പോൾ ചൈന അവിടെ നിക്ഷേപം നടത്തുന്നു, ഖനനം നടത്താം. പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സായുധ വിഭാഗം ഇവരെ ആക്രമിക്കുകയും ചൈനക്കാരെ ഓടിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ അടുത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ചൈന ചിന്തിച്ചതുകൊണ്ടാണ് ഈ റെയർ എർത്തിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം ഇവരുടെ കയ്യിലേക്ക് വന്നത്. ഇപ്പം യൂറോപ്യൻ അസോസിയേഷൻ ഓഫ് ഓട്ടോമോട്ടീവ് സപ്ലൈസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതായത് ഈ കാറുകളുടെ നിർമ്മാണം, വിതരണം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഡക്റ്റുകളുടെ സപ്ലൈ ചെയ്യുന്ന ഒരു ചെയിൻ. ഈ ചെയിൻ്റെ അസോസിയേഷൻ ഇപ്പം നേരിട്ട് ചൈനക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരതിനോട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർ ആ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് നേരിട്ട് ചൈനയിലേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു നമുക്ക് ഈ ചർച്ച നടത്താം. ഈ ചർച്ച നടത്തണമെന്നുള്ള പ്രധാന ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചേക്കുന്നത് മെഴ്സിഡസ് ബെൻസ് ആണ്. ഈ ബെൻസ് കമ്പനിക്ക് ഒരുപാട് ഓർഡറൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് സമയത്ത് ഉൽപ്പാദനം നടത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മാത്രമേ പോകാവൂ, മറ്റു രാജ്യത്തിലുള്ളവർ നമ്മളെ ആശ്രയിക്കണം എന്നുള്ള ചൈനയുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇതിന് പിന്നിലെല്ലാം ഉള്ളത്. കാരണം ഇപ്പോൾ ആയുധങ്ങളെടുത്ത് പരിശോധിച്ചാലും അല്ലെങ്കിൽ വാഹനങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇത്തരം ധാതുക്കൾ ഒളിച്ചു വെക്കുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കാനാണ് ചൈനയുടെ ശ്രമം. അങ്ങനെ തന്നെ തെളിയിച്ചു. കാരണം എന്തറിയോ, ഇപ്പം ഈ പിന്നെ പ്രോഡക്റ്റുകൾ, ഈ ഭാഗങ്ങളുണ്ട്, വാഹനത്തിൻ്റെ ആയിക്കോട്ടെ, പ്രതിരോധ ഉപകരണങ്ങളുടെ ഭാഗങ്ങൾ, ഇതൊക്കെ പല ഭാഗങ്ങളായി നിർമ്മിച്ച് പിന്നീട് ഇത് അസംബിൾ ചെയ്യാണ്. അപ്പോൾ ഇത് നിർമ്മാണത്തെ ഇത് കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ബാധിക്കുമ്പോൾ എന്ത് ചെയ്യും, ചൈനയുടെ കാല് പിടിക്കും. അപ്പോൾ ചൈനയ്ക്ക് ഇത്രയും നാണക്കേടുണ്ടായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി. അവരുടെ മിസൈലുകളെ തകർത്തു, യുദ്ധവിമാനത്തെ നശിപ്പിച്ചു. അപ്പോൾ ചൈനയുടെ പ്രോഡക്റ്റിനൊന്നും വിലയില്ല, ചൈന ലോകരാജ്യങ്ങളുടെ മുന്നിൽ അപമാനിതനായി എന്ന് വന്നപ്പോഴാണ് ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനം ഇവരുടെ കയ്യിലേ ഉള്ളൂ. അതിന് പക്ഷേ വലിയ ഡിമാൻഡാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് അത് നൽകണം. അപ്പം മെഴ്സിഡസ് ബെൻസ് പറയുന്നത് നമുക്ക് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാം, അങ്ങനെയാണെങ്കിൽ അധിക സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം നമ്മുടെ കാർ നിർമ്മാണത്തെ അത് ബാധിക്കില്ല. പക്ഷേ അത് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ചൈനയാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ഞങ്ങൾ മോശം രാജ്യമാണെന്ന് പറയുന്നു, വെറുക്കപ്പെട്ട രാജ്യമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ചില ചാണക്യ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ ഈ റെയർ എർത്ത് മാഗ്നറ്റിൻ്റെ വലിയ ശേഖരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണോ കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ എത്ര കാശ് കൊടുത്താലും അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ചൈനയ്ക്ക് തീരുമാനിക്കാതെ. അപ്പോൾ ഇത് കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് ഈ പിന്നെ എന്താ പറയുക താരിഫ് യുദ്ധം കൂടി വന്നത്. ഈ താരിഫ് യുദ്ധം വന്ന സമയം മുതൽ തന്നെ ഈ ചൈന ഈ സപ്ലൈ നിർത്തിവെക്കുന്നുണ്ട്. ഇത് ചില രാജ്യങ്ങൾ മനസ്സിലാക്കി. ആദ്യം മനസ്സിലാക്കിയത് ജപ്പാനാണ്. അപ്പോൾ ജപ്പാൻ പറയുകയാണ് നമ്മൾക്ക് ഈ ഉൽപ്പന്നം കിട്ടുന്നില്ല, റെയർ എർത്ത് കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം പകരം ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ ഇത് വേണം, ഇലക്ട്രോണിക് സർക്യൂട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ ഇത് വേണം, ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണം, പ്രതിരോധ സംവിധാനത്തിന് വേണം, എന്തിന് മിസൈൽ നിർമ്മിക്കാൻ വരെ ഇത് വേണ്ട ഒരവസ്ഥ നമ്മൾ സബ്ജാ. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമല്ല, അമേരിക്കയും ചൈനയും തമ്മിൽ ബന്ധം അത്ര നല്ലതല്ല. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ അപൂർവ ധാതുക്കൾക്ക് വേണ്ടിയിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതിനെയാണ് ചൈന ഇപ്പോൾ മുതലെടുക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഇലക്ട്രോണിക്സ് വ്യവസായങ്ങൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉൾപ്പെടുന്ന മുഴുവൻ പ്രോഡക്റ്റ്, ഇതിനെയെല്ലാം തന്നെ ഞങ്ങൾ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. അതായത് മുഴുവൻ ഖനനത്തിൻ്റെയും 70% ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് ഇനി ഖനനം തുടരണോ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ചൈനയാണെന്ന് ഷീ ജിൻപിങ് ഒരു നിലപാടെടുക്കുന്നു. ഈ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. മാത്രമല്ല ഇപ്പം ഇത് ഖനനം ചെയ്തെടുത്ത 90% ധാതുക്കൾ ഇവരുടെ കൈവശമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ തന്നെ 807 മെട്രിക് ടൺ ഒരു വർഷം ഇറക്കുമതി ചെയ്തു. ഇത്തരത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യാൻ തയ്യാറായി നിൽക്കുക. കാരണം ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ലോകത്ത് സ്വാധീനം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ നിർമ്മിക്കുകയാണ്. പക്ഷേ ഇത് റെയർ എർത്ത് മാഗ്നറ്റ് ഇല്ലാതെ ഇവർക്ക് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അപൂർവ ധാതു ആയതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ വ്യവസായങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇപ്പോൾ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കരുതിയത് ഇന്ത്യക്കുള്ള പണിയാണെന്നാണ്. പക്ഷേ ഇന്ത്യക്കല്ല, അത് അമേരിക്കയ്ക്കും ജർമ്മനിക്കും ഫ്രാൻസിനും ഇറ്റലിക്കും ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഒന്നടങ്കം ഒരു പണി കൊടുക്കുന്നു. അപ്പോൾ ചൈന എത്ര വെറുക്കപ്പെട്ട രാജ്യമാണ്, അത് സംബന്ധിച്ചുള്ള പട്ടിക പുറത്തിറങ്ങുന്നു. അമേരിക്ക രണ്ടാമത് വരുന്നു, റഷ്യ മൂന്നാമത് വരുന്നു. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ ചൈനയുടെ മുമ്പിലേക്ക് മുട്ടുകുത്തിക്കാൻ ലോകരാജ്യങ്ങളെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഇതൊരു വലിയ കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ ശേഖരം വെച്ച് ലോകത്തോട് വിലപേശാൻ ചൈനയ്ക്ക് സാധിച്ചപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഈ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഭാവിയെ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ റെയർ എർത്ത് നൽകുമോ എന്ന കാര്യത്തിൽ ഇനി നയതന്ത്ര പ്രതിനിധികൾ, ഈ വാഹനങ്ങളുടെ സപ്ലയേഴ്സ്, മാനുഫാക്ചേഴ്സ് ഇവരെല്ലാം കൂടെ ചേർന്ന് ചൈനയിൽ വെച്ച് ഇനി മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട്. അവിടെ ചെന്നുള്ള ചില നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും ഈ റെയർ എർത്ത് മാഗ്നറ്റ് ഉൾപ്പെടെയുള്ള അപൂർവ ധാതുക്കൾ നൽകും. ഇല്ലെങ്കിൽ ചൈന ലോകത്തിന് കൊടുക്കുന്ന വമ്പൻ പണി, അങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്തിക്കൂടെ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.